ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും അങ്ങനെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് എവിക്റ്റ് ആയിരിക്കുകയാണ്. ശൈത്യ എവിക്റ്റ് ആകുമെന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരുന്നു. വീട്ടിലെ പലർക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം വീക്കായ കുറച്ച് പ്ലേയേഴ്സ് അവിടെ പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട്. അത് അപ്പാനീശ്വരത്ത് ഉൾപ്പെടെ ചില കണ്ടസ്റ്റൻസ് ഒക്കെ എവിക്റ്റായി പോയെങ്കിലും പിന്നെയും 2-3 കണ്ടസ്റ്റൻസ് വീക്ക് പ്ലേയേഴ്സ് അതിനകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിലെ നോമിനേഷനിലുള്ള ഒരു വ്യക്തി ശൈത്യയായിരുന്നു. അതുകൊണ്ട് തന്നെ ശൈത്യ ഡെഫിനറ്റ്ലി ഈ ഒരു വീക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റ് ആകുമെന്നത് വീട്ടുകാരിൽ പലർക്കും അറിയാമായിരുന്നു. എന്നിട്ടും ഈ ഒരു എവിക്ഷൻ കേൾക്കുന്ന സമയത്ത് ആര്യനൊക്കെ അന്തം വിട്ടുകൊണ്ട് ഞെട്ടിത്തരിച്ച് വാ പൊത്തിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും വീട്ടിലുള്ള ഓരോരുത്തരുടെ ഭാവാഭിനയങ്ങൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാനും സാധിച്ചു. എന്തായാലും അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് അല്പസമയം മുൻപേ ഏഷ്യാനെറ്റ് ലൈവ് കട്ട് വിത്ത് അഞ്ജന നമ്പ്യാർ എന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ചാനൽ കണ്ടിരുന്നു. അതായത് ആ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് അഞ്ജന നമ്പ്യാർക്ക് അപ്പാനി ശരത്തും അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷും ചേർന്നിരുന്നുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഏകദേശം അരമണിക്കൂറോളം വരുന്ന 30 മിനിറ്റിലധികം വരുന്ന ഇൻ്റർവ്യൂവിൽ ഏകദേശം 25 മിനിറ്റോളം സംസാര വിഷയം എന്ന് പറയുന്നത് അനിമോളാണ്. ബിഗ് ബോസ് വീടിനകത്തുള്ള സംസാരവും ബിഗ് ബോസ് വീടിന് പുറത്തുള്ള കണ്ടൻറ്റും അനിമോൾ തന്നെയാണ്. ഇപ്പറഞ്ഞ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളവും അപ്പാനി ശരത്തിനെ സംബന്ധിച്ചിടത്തോളവും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ശൈത്യയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായും അപ്പാനി ശരത്തിനെക്കുറിച്ച് ഒന്നും തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്നാൽ ശൈത്യ സന്തോഷ് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകാനുള്ള പ്രധാന കാരണം? പ്രത്യേകിച്ച് ശൈത്യയ്ക്ക് അവിടെ ഗെയിമോ സ്ട്രാറ്റജീസോ ഒന്നുമില്ല. ഞാൻ ആദ്യം തന്നെ ഈ ഒരു കണ്ടസ്റ്റൻ്റ് ഈ ഒരു ഷോയിലേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു ചാനലിൽ ഇവരുടെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. ആ ഒരു പ്രോഗ്രാമിൻ്റെ അവസാന സമയത്ത് ഗ്രാൻഡ് ഫിനാലെ ടൈമിൽ അവർക്ക് 5th പൊസിഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൊസിഷൻ വേണ്ട, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരസ്കരിച്ച് വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും തിരസ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു കണ്ടസ്റ്റൻ്റാണ് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന, ഏത് വിഷയത്തിലും തൻ്റേതായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്നൊരു മിഥ്യാധാരണ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വെറും ഒരു പാഴായ സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു അത്രയും ഫേക്കായ ഒരു കാര്യമാണ് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിൻ്റെ ഭാഗത്തു നിന്നും അത്ര വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവരൊരു ഹൈക്കോർട്ട് ലോയറാണ്. ഹൈക്കോർട്ട് ലോയറായ ഒരു കണ്ടസ്റ്റൻറ്റിന് സാധാരണ ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവർ അത്രയധികം ടോക്കറ്റീവ് ആയിരിക്കും, അത്രയധികം വാദിക്കാൻ അറിയുന്ന ആളുകളായിരിക്കും. എന്നിട്ടും ശൈത്യ അവിടെ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് പല സമയത്തും പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് അവിടെ ഗെയിമോ സ്ട്രാറ്റജീസോ ഒന്നുമില്ല. അനിമോളുടെ ഒരു ഷാഡോ, അല്ലെങ്കിൽ അനിമോളുടെ പാവാട വള്ളിയായി ഇത്ര ദിവസം നിന്നു. അതിനുശേഷം അനിമോളിൽ നിന്നും മാറിക്കൊണ്ട് അനിമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് ഗ്രൂപ്പിൽ ചെന്നു. അവസാനം ശൈത്യ സന്തോഷ് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റ് ആവുകയും ചെയ്തു. ഞാൻ മേൽ സൂചിപ്പിച്ച ആ ഒരു ഇൻ്റർവ്യൂവിൽ അതിൽ ഏകദേശം ഭൂരിഭാഗം സമയത്തും ശൈത്യ പറയുന്നൊരു കാര്യമുണ്ട്. അനിമോളെക്കുറിച്ച് കുറ്റം മാത്രമാണ് പറയുന്നത്. അനിമോൾ ഒരു ഫേക്ക് ലേഡിയാണ്, ഒരു ഡ്രാമ കളിക്കുന്ന ഒരു പേഴ്സണാണ്. അവർ പക്ക ഫേക്കായാണ് അവിടെ നിൽക്കുന്നത്. അവരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലൊക്കെ ഇതേ കാര്യങ്ങളാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് പല കണ്ടസ്റ്റൻസിനോടും പറഞ്ഞു നടന്ന അതേ കാര്യങ്ങൾ ഷോയ്ക്ക് പുറത്തിറങ്ങിയും ശൈത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ കാര്യമാണ്. തൻ്റെ ആ ഒരു കട്ടപ്പ എന്ന സ്വഭാവം ശൈത്യയ്ക്ക് ബിഗ് ബോസ് വീടിന് പുറത്തുമുണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലും തൻ്റെ ജീവിതത്തിലും താൻ അങ്ങനെയാണ് എന്നത് വീണ്ടും ശൈത്യ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശൈത്യ ഇന്നിപ്പോൾ എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നത്. എന്നിട്ടും ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല തൻ്റെ ആ ഒരു കട്ടപ്പ സ്വഭാവം മാറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ തനിക്കത് ജീവിതത്തിൽ തന്നെ വലിയൊരു വെല്ലുവിളി ഉണ്ടാവും എന്നത്. അങ്ങനെയിരിക്കെ ഇപ്പോൾ ശൈത്യ അനിമോളെക്കുറിച്ച് സകല കുറ്റങ്ങളും വെരി പേഴ്സണലായ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അനിമോളും ശൈത്യയെക്കുറിച്ച് ഒരു കാര്യം പോലും ഒരാളോട് പോലും പോയി ചെന്നിരുന്ന് പറയാനോ ശൈത്യയെ വിട്ടുകൊടുക്കാനോ ഒന്നും തന്നെ നിന്നിട്ടില്ല. എന്നിട്ടും അനിമോളെ മനസ്സിലാക്കാൻ ശൈത്യയ്ക്ക് സാധിച്ചിട്ടില്ല. ഒരു ഡെഡിക്കേറ്റഡായ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശൈത്യ സന്തോഷ് എന്നത്.
അവരെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഒരു വ്യക്തിക്കും ഇതുപോലൊരു ഫ്രണ്ട് കിട്ടാതിരിക്കട്ടെ. കാരണം അത്തരത്തിൽ കിട്ടുകയാണെങ്കിൽ അവരുടെ നാശമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ ആവില്ല. നമ്മളൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചും ഇത്തരത്തിൽ പറയാൻ പാടില്ല. എങ്കിലും ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ വല്ലാതെ എനിക്ക് അത് ഇറിറ്റേഷൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഏതൊരു സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത്, അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മളോട് ഏതെങ്കിലും സന്ദർഭത്തിൽ പിണങ്ങുന്ന സമയത്ത് മറ്റുള്ളവരോട് പോയി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും അതൊരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ലക്ഷണമല്ല. അവരെയൊന്നും സുഹൃത്തായി നമ്മുടെ കൂടെ കൂട്ടുന്നത് പോലും നമുക്കത് വലിയൊരു വെല്ലുവിളിയും നമുക്കത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുപോലെ ഒരു കൂട്ടുകാരിയാണ് ശൈത്യ എന്നുള്ളത് ശൈത്യ വീണ്ടും വീണ്ടും പ്രേക്ഷകർക്ക് മുൻപിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനുമോള് ശൈത്യയോട് 100% വിശ്വാസ്യത പുലർത്തിയിരുന്നു. തങ്ങളുടെ ആ ഒരു സൗഹൃദ ബന്ധത്തിൽ അനുമോള് 100% ജെന്യൂൻ ആയിരുന്നു. എന്നാൽ ശൈത്യയായിരുന്നു അവിടെയും ഒരു കട്ടപ്പ സ്വഭാവം കാണിച്ചുകൊണ്ട് മാറി നിന്നത്. ഒരുപക്ഷെ അത് ശൈത്യയുടെ ഗെയിമിനെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, താൻ പുറത്ത് നെഗറ്റീവ് ആകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ അതിനേക്കാളും വലിയ രീതിയിലുള്ള നെഗറ്റീവ്സുമായാണ് ശൈത്യ സന്തോഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുന്നത്. ഒരുപക്ഷെ അനുമോളുമായുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ശൈത്യയ്ക്ക് കുറച്ചധികം ദിവസങ്ങൾ അവിടെ നിൽക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം പുറത്തിറങ്ങിയാലും പ്രേക്ഷകർ പറയുന്നത് അനുമോളുടെ ഷാഡോ, അനുമോളുടെ പാവാട വള്ളി എന്നുള്ളതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കാതെ ഈ ഒരു സന്ദർഭത്തിൽ ശൈത്യ പുറത്തു പോയത് എന്തുകൊണ്ടും നന്നായി. കാരണം അവരവിടെ നിന്നാലും വലിയ രീതിയിലുള്ള ഗെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ശൈത്യയ്ക്ക് പ്രത്യേകിച്ച് ഗെയിമോ സ്ട്രാറ്റജീസോ ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവരെന്തുകൊണ്ടും പോകുന്നത് തന്നെയായിരുന്നു ബെറ്റർ. എന്തായാലും അവസാനം കൺഫെഷൻ റൂമിൽ പോയിട്ട് അനുമോളുമായി ഉണ്ടായ എല്ലാ തെറ്റിദ്ധാരണകളും പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തുകൊണ്ടാണ് ആ ഒരു എവിക്ഷൻ പ്രോസസ്സ് നടന്നത്. എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും എല്ലാം പറഞ്ഞു തീർത്തു. പരസ്പരം ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്ത് എന്നിട്ടാണ് അവിടെ നിന്നും വേർപിരിഞ്ഞ് വന്നത്. എന്നിട്ടും പുറത്തിറങ്ങിയും അനുമോളെക്കുറിച്ച് ഇതേ രീതിയിലുള്ള കുറ്റവും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയെ ഏത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് പ്രേക്ഷകർ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും അനുമോൾ ശൈത്യ സന്തോഷ് എവിക്റ്റ് ആകുമ്പോൾ അവർക്ക് ഒരു ഓമന പേര് കൂടി കിട്ടിയിരിക്കുകയാണ്, കട്ടപ്പ എന്നൊരു പേര്. അവരിനി എവിടെ കണ്ടാലും എല്ലാ പൊതുജനങ്ങളും വിളിക്കുന്ന ഒരു പേര് കട്ടപ്പ എന്ന് തന്നെയായിരിക്കും. അതിനി അവർക്ക് ഒരിക്കലും മാറില്ല എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. സോ ശൈത്യ സന്തോഷിൻ്റെ ഈ ഒരു എവിക്ഷനെ കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് വിലയിരുത്താനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.